സാക്ഷി തുടങ്ങുന്നു. ആദ്യം ഫസ്റ്റ് റിപ്പോർട്ട്. നഴ്സിംഗ് വിദ്യാർത്ഥിനി ആൻലിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയെ രക്ഷപ്പെടുത്താൻ യുവവൈദികൻ കൂട്ടുനിന്നുവെന്ന ആരോപണം. ചാവക്കാട് കോടതിയിൽ കീഴടങ്ങിയ ആൻലിയുടെ ഭർത്താവ് VM ജസ്റ്റിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വൈദികനെതിരെ ആരോപണവുമായി ആൻലിയുടെ പിതാവ് അജി പാറക്കൽ രംഗത്തെത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 28 രാത്രി പെരിയാർ പുഴയിലാണ് ആൻലിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാംഗ്ലൂരുവിൽ പരീക്ഷയ്ക്കായി ജസ്റ്റിനാണ് ഓഗസ്റ്റ് 25 ഉച്ചയ്ക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആൻലിയെ കൊണ്ടുവിട്ടത്. അന്ന് തന്നെ ഭാര്യയെ കാണാനില്ലെന്ന പരാതി ജസ്റ്റിൻ പോലീസിന് നൽകി. മൃതദേഹം കണ്ടെടുത്തപ്പോൾ ആത്മഹത്യയാണെന്ന് ഭർത്തൃവീട്ടുകാർ പറഞ്ഞു. കൊലപാതകമാണെന്ന് ആൻലിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. എന്നാൽ വൈദികന്റെ മൊഴിയെ കൂട്ടുപിടിച്ച് തൃശൂർ ലോക്കൽ പോലീസ് അറസ്റ്റിന് തയ്യാറായില്ലെന്നാണ് പ്രധാന ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതോടെയാണ് ജസ്റ്റിൻ കോടതിയിൽ കീഴടങ്ങിയതെന്ന് പിതാവ് അജി പാറക്കൽ ആരോപിച്ചു. ഞാൻ ഇതിൻ്റെ അകത്തൊരു നുണയ്ക്ക് അനീതിക്ക് ഞാനില്ല. ഇന്ന് അവനും ഈ വൈദികം പറയുന്ന നുണ വൈദികം പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കൊച്ചു ഹോസ്റ്റലിൽ ജീവിച്ചുകൊണ്ട് അവൾ അഹങ്കാരിയായിരുന്നു. എൻ്റെ മോളിലോടുള്ള വൈരാഗ്യം എന്താണെന്ന് അപ്പം നിങ്ങളെ മനസ്സിൽ വരും. ഇത്ര അടുപ്പമുള്ള ഒരു കുടുംബത്ത് ഈ വൈദികനെ ഈ കുട്ടികൾ രണ്ടുപേരുടെ വഴക്കിൽ ഇടപെട്ടിരുന്നു. പുള്ളി എന്തോ അവൾ നിങ്ങൾക്ക് ഊഹിക്കാം. ഞാൻ ആ വാക്ക് എൻ്റെ വൈഫിനോട് പറഞ്ഞത്, വൈഫ് ഇപ്പോഴാണ് പറഞ്ഞത് എൻ്റെ മോള് മരിച്ചതാണ്. പപ്പനോട് പറഞ്ഞോളാം, വൈദികനോട് ഇനി മേലെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല. കാരണം അതുപോലെ ആണുങ്ങളെല്ലാം ഇത്രയും വൃത്തികെട്ടവരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിത് എന്നോട് പറഞ്ഞില്ല. കാര്യം ഞാൻ എൻ്റെ ഗൾഫിൽ മോള് വിളിച്ചപ്പോൾ പറഞ്ഞു ഇനി മേലെ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും പറഞ്ഞു കാണും. ആ ഒറ്റ വൈരാഗ്യം തീർക്കാൻ ഒരു കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടു നിൽക്കില്ല. ജസ്റ്റിൻ കീഴടങ്ങിയതിനു പിന്നാലെ അനുനയ ശ്രമങ്ങളുമായി വൈദികൻ എത്തിയിരുന്നതായും പിതാവ് കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BSc നഴ്സിംഗ് കഴിഞ്ഞ് ജിദ്ദ നാഷണൽ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് 2016 ഡിസംബർ 26 ആൻലിയുടെ വിവാഹം. ദുബായിൽ 6 വർഷമായി സീനിയർ അക്കൗണ്ടന്റാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ജസ്റ്റിൻ ആൻലിയെ വിവാഹം കഴിച്ചത്. വിവാഹ സമയം 70 പവൻ സ്വർണ്ണാഭരണങ്ങളും പോക്കറ്റ് മണിയും ഇയാൾക്ക് നൽകിയിരുന്നതായും പിതാവ് പറഞ്ഞു. നഴ്സിംഗ് ട്യൂട്ടറായി ജോലി ചെയ്യണമെന്ന ആഗ്രഹമുള്ളതിനാൽ വിവാഹശേഷം നഴ്സിംഗ് ഉപരിപഠനത്തിന് അനുവദിക്കണമെന്ന ആവശ്യം ജസ്റ്റിൻ അംഗീകരിച്ചിരുന്നുവെങ്കിലും വിവാഹശേഷം അതിന് തയ്യാറാവാതെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ ജോലിക്ക് പോകാൻ നിർബന്ധിക്കുകയുമായിരുന്നു. എന്നാൽ തുടർ പഠനം ആഗ്രഹിച്ചിരുന്ന ആൻലിയ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പരീക്ഷ എഴുതാൻ തയ്യാറായില്ല. ജോലി ലഭിക്കാതെ വന്നതോടെ ആൻലിയയുടെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് ആരോപിച്ച് ജസ്റ്റിൻ മകളെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. ഇതിനിടെ ജസ്റ്റിന്റെ ജോലി നഷ്ടപ്പെട്ടെന്നും ബന്ധുക്കൾ കൂട്ടിച്ചേർത്തു. ആവശ്യമില്ലാതെ പിന്നീടും പൈസ വേണം എന്നുള്ള ഇതിലാണ്. സ്ത്രീധനം വേണം, പൈസ വേണം, ബിസിനസ് തുടങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് മർദ്ദിച്ചിരുന്നത്. അപ്പോൾ ഞാൻ MLA അടുത്ത് കൊണ്ടുപോയായിരുന്നു. MLA ആയിട്ട് സംസാരിച്ച് അപ്പോൾ MLA പറഞ്ഞ് ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കാൻ പറഞ്ഞു. പെറ്റീഷൻ എഴുതി വെച്ചതുമാണ്. പക്ഷേ ചേട്ടൻ്റെ ബ്രദേഴ്സ് വന്ന് ഇടപെട്ട് സംസാരിച്ചപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവൂല എന്ന് പുള്ളി കരഞ്ഞു പറഞ്ഞുകൊണ്ട് പെറ്റീഷൻ കൊടുത്തില്ല. പെറ്റീഷൻ്റെ കോപ്പിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, ആൻലി എഴുതിയത്. അത് കഴിഞ്ഞിട്ട് അത് കൊടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹം ധ്യാനത്തിന് പോയി കഴിഞ്ഞ് നന്നായെന്നാണ് പറഞ്ഞത്. പിന്നീടും ഈ പീഡനം പിന്നീട് അവൾ ആരെയും അറിയിച്ചില്ല. അവളെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് മുട്ടുകാലിന് കുത്തുമായിരുന്നെന്ന് വരെ പറഞ്ഞായിരുന്നു. പക്ഷെ ആർക്കും പോയി ഇടപെടാം. അങ്ങനെയാണ് ചേട്ടന്മാർ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, എന്നാലും ഇവൻ പീഡിപ്പിക്കലുണ്ടായിരുന്നു. പക്ഷെ അതാർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റിൻ മാത്രമല്ല, ജസ്റ്റിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ, അമ്മയും അപ്പനും എല്ലാവരും അവളെ മർദ്ദിച്ചിരുന്നതായിട്ടാണ് അവളെന്ന് പറഞ്ഞത്. പക്ഷേ അവൾ ഒത്തിരി സ്നേഹിച്ചിരുന്നു ആ വ്യക്തിനെ. അപ്പം ചോദിച്ചായിരുന്നു, എൻ്റെ ഭാര്യ ചോദിച്ചു എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരാളെ കൊണ്ടു നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. 3 മാസത്തിന് ശേഷം ഇരുവരും നാട്ടിലേക്ക് മടങ്ങി. ഇതിനിടെ ആൻലിയ ഗർഭിണിയാവുകയും ചെയ്തു. തൃശൂരിലെ വീട്ടിലെത്തിയതോടെ മാനസികവും ശാരീരികവുമായ പീഡനം ഇരട്ടിച്ചുവെന്നാണ് ആരോപണം. ആൻലിയയ്ക്ക് മാനസിക രോഗമുണ്ടെന്നും ഭർത്തൃവീട്ടുകാർ പ്രചരിപ്പിച്ചിരുന്നു. തുടർന്ന് ജസ്റ്റിന് എറണാകുളത്ത് ജോലി കിട്ടിയതോടെ താമസം ആൻലിയയുടെ എറണാകുളത്തെ ഫ്ളാറ്റിലേക്ക് മാറ്റി. അവിടെയും പീഡനം തുടർന്നുവെന്നാണ് ആരോപണം. വേറൊരു നുണയും കൂടി ഇവൻ ശക്തമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. കൊച്ചി ജനിച്ചപ്പോൾ തൊട്ട് മാനസിക രോഗിയായിരുന്നെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. എൻ്റെ കുഞ്ഞ് പെറ്റീഷൻ ചെയ്തിട്ടുണ്ട്. അവൾ വളർന്ന സ്ഥലം പോലീസ് അന്വേഷിച്ചിട്ടില്ല.
വീടിൻ്റെ പരിസരത്ത് അവർ വന്നിട്ടില്ല. എന്നോട് പറഞ്ഞ് എടുത്തെന്നാണ് പറഞ്ഞു. ആ മൊഴിയൊന്നും അവിടെ ഇല്ല. ഇടവകയിൽ അന്വേഷിച്ചില്ല, മോള് പഠിച്ച കോളേജ് സ്കൂളൊന്നും അന്വേഷിച്ചില്ല. എന്നിട്ട് ഇവൻ ഇത് വക്കീലുമാരായിട്ട്, അത് ഞാൻ പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വക്കീലുമാരായിട്ട് ആലോചിച്ചിട്ട് കൊല്ലുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തിട്ട് പ്ലാൻഡ് മർഡറാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എനിക്കിന്ന് അറിയാം അതിൻ്റെ ചിത്രവും കാര്യങ്ങളും എല്ലാം എനിക്ക് വെളിയിൽ പറയാൻ പറ്റില്ല നിങ്ങളോട്. കാര്യം പറഞ്ഞ തെളിവുകളൊക്കെ കുറേ നശിപ്പിച്ച് കഴിഞ്ഞു ഓൾറെഡി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാസം ഓടേണ്ടി വന്നത്. എന്നിട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, മരിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്ത മോള് മാനസികരോഗി എന്നാക്കാൻ വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു പ്രാവശ്യം കൺസൾട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവൻ പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ മോള് ജനിച്ചപ്പോൾ തൊട്ട് മാനസിക, അത് ആ ഡോക്ടറെ അടുത്ത് പോയതും കുഞ്ഞിനെ കാണിക്കാനെന്നും പറഞ്ഞാൽ നുണ പറഞ്ഞ കൊണ്ടുപോയത്. അവിടെ വെച്ച് ഡോക്ടർ മോളെ തള്ളിക്കയറ്റി ചെയ്ത് കുഞ്ഞിനെ പിടിച്ചു മേടിച്ചിട്ട്, അതെൻ്റെ മോനാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെയുള്ള ഡോക്ടർ ചോദിച്ചു, മോള് പറഞ്ഞു ഞാനൊരു BSc കഴിഞ്ഞ് MScക്ക് ഞാൻ പഠിക്കുന്നതാണ്, എനിക്കറിയാം സാറേ എന്താണെന്നുള്ളത്, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. ജനുവരി 2-ന് സിസേറിയനിലൂടെ ആലിയ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. കുഞ്ഞുണ്ടായ ശേഷവും ആലിയയോടുള്ള സമീപനത്തിൽ ഒരു മാറ്റവും ഭർത്താവ് വരുത്തിയിരുന്നില്ല. കൂടുതൽ പണം ആവശ്യപ്പെട്ട് പീഡനം തുടരുകയായിരുന്നു. ആലിയയുടെ ആഗ്രഹപ്രകാരമെന്ന മട്ടിൽ MSc നഴ്സിംഗ് പഠനത്തിന് ബാംഗ്ലൂരുവിൽ പ്രവേശനം തരപ്പെടുത്തി അവിടെ ഹോസ്റ്റലിലാക്കി. കുട്ടിയുടെ ചിത്രവും വീഡിയോയും ദിവസവും അയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആലിയ ബാംഗ്ലൂരിലേക്ക് പോയത്. എന്നാൽ കുട്ടിയുടെ ഒരു ചിത്രം പോലും അയക്കാൻ ജസ്റ്റിൻ തയ്യാറായില്ല. പിന്നീട് ഓണാവധിക്ക് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 24-ന് ആലിയ കുട്ടിയെ കാണുന്നതിന് തൃശൂരിലെ വീട്ടിലെത്തി. വീണ്ടും പീഡനം തുടർന്നതോടെ പിറ്റേ ദിവസം തന്നെ മകൾ ബംഗളൂരുവിലേക്ക് പോകാൻ തീരുമാനിച്ചെന്നും പിതാവ് പറഞ്ഞു. രാത്രി 8:30-ക്കായിരുന്നു ബംഗളൂരുവിലേക്കുള്ള ട്രെയിനെങ്കിലും ജസ്റ്റിൻ ആലിയെ ഉച്ചയ്ക്ക് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിരുന്നു. പിന്നീട് ആലിയെ കണ്ടിട്ടില്ലെന്നാണ് ജസ്റ്റിനും കുടുംബവും വെളിപ്പെടുത്തിയത്. ആലിയയുമായി ബന്ധപ്പെടാനാകുന്നില്ലെന്നും ആൾ മിസ്സിംഗ് ആണെന്ന് സംശയിക്കുന്നതായും കാണിച്ച് ജസ്റ്റിന്റെ പിതാവ് റെയിൽവേ ഉദ്യോഗസ്ഥൻ കൂടിയായ മാത്യു റെയിൽവേ പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതിൽ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കെയാണ് 4 ദിവസത്തിന് ശേഷം പറവൂർ വടക്കേക്കരയിൽ പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടുകിട്ടിയത്. മകളുടെ മരണത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും വരെ പോരാട്ടം തുടരുമെന്നും പിതാവ് അജി പാറയ്ക്കൽ പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2011 ഞാൻ പോണത്, 2010 എൻ്റെ ഭാര്യ പോയത്. മോള് ഹോസ്റ്റലിൽ 2010 പോയി. അന്ന് മോള് പറഞ്ഞിട്ടാണ് മമ്മി എനിക്ക് വിസ അയച്ചത്. അന്ന് ഞാനിവിടെ വർക്ക് ചെയ്യാം എറണാകുളത്ത്. അപ്പോൾ ആ സമയം പിന്നെ നമ്മളിവിടെ ഹൈക്കോർട്ടിൽ ഞാൻ റിട്ട് കൊടുത്തെന്ന് പറഞ്ഞു. അന്ന് അവിടെ ജാമ്യാപേക്ഷ തള്ളിയതാണ്. കീഴ്ക്കോടതിയിൽ ക്രൈംബ്രാഞ്ചിൽ കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ഒരു ശ്രമം നടത്തിയാണ്. അവിടെ നാടകം കളിച്ചു നോക്കിയത്. പിന്നെ അതുപോലെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് മോനെ ഫോൺ പിടിച്ച് ശല്യപ്പെടുത്തുന്നു. വൈദികന് ഞാൻ കൊടുത്ത എൻ്റെ പെറ്റീഷൻ്റെ കോപ്പിയുണ്ട്. ഇതുപോലെ IG-ക്ക് കൊടുത്ത പെറ്റീഷനുണ്ട്. എൻ്റെ മോളുടെ എല്ലാ ഡീറ്റെയിൽസും ഇന്ന് ഞാൻ മരിച്ചാൽ പോലും അവൻ രക്ഷപ്പെടില്ല. കാര്യം ഇന്ത്യൻ MSലുണ്ട്, CM-ൻ്റെ ഓഫീസിലുണ്ട്, ഒരുമാരപ്പെട്ട കമ്മീഷണർമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ, IG എല്ലാവരുടെയും കയ്യിൽ ഈ കോപ്പികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സത്യങ്ങൾ, എല്ലാ തെളിവുകളും. ഞാൻ സത്യത്തിന് വേണ്ടി പോരുന്ന സത്യം മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു അനീതി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. കണ്ണൂരിൽ സമ്പന്ന വീട്ടിലെ പെൺകുട്ടിയെ പ്രണയിച്ച മത്സ്യക്കച്ചവടക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമം. കക്കാട് അതിരകം സ്വദേശി അക്ബർ അലിയാണ് വധശ്രമത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അലിയുടെ വീടും വാഹനങ്ങളും അക്രമികൾ അഗ്നിക്ക് ഇരയാക്കിയെന്നും പരാതിയുണ്ട്. അക്ബറിന്റെ മകനും മത്സ്യത്തൊഴിലാളിയുമായ PK അസ്കർ അലി സമീപത്ത് താമസിക്കുന്ന MBBS വിദ്യാർത്ഥിയായ പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാരാണ് അക്രമം നടത്തിയതെന്നാണ് പരാതി. പ്രണയത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ അസ്കർ അലിയുടെ വീട്ടുകാരുമായി ഇതേച്ചൊല്ലി വാക്കുതർക്കമുണ്ടായി. പെൺകുട്ടിയുടെ പഠനശേഷം വിവാഹകാര്യം ആലോചിക്കാമെന്ന് ഇരു വീട്ടുകാരും ധാരണയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ യുവതിയുടെ സഹോദരനും അമ്മാവനും അസ്കർ അലിയുടെ വീട്ടിലെത്തി അക്രമം നടത്തുകയായിരുന്നുവെന്നാണ് പരാതി. അക്രമത്തിൽ വീടിന്റെ ജനൽച്ചില്ലുകൾ തകർന്നു. പരിക്കേറ്റ അസ്കർ അലി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. വീട് കത്തിക്കുമെന്ന ഭീഷണി മുഴക്കിയായിരുന്നു അക്രമികൾ പിരിഞ്ഞുപോയതെന്നും അസ്കറിന്റെ ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. രണ്ടാളുകൾ, അതായത് എൻ്റെ ഇക്കാക്ക പ്രേമിച്ച പെണ്ണിൻ്റെ സഹോദരന്മാർ, അതായത് അവളെ ഏട്ടനും ആറ്റയും കൂടി ഇവിടെ വന്നിട്ട് ബൈക്കിൽ ഫോളോ ചെയ്തിട്ട് എൻ്റെ ഇക്കാക്കനെ മർദ്ദിക്കുക ഇവിടുന്ന് മർദ്ദിക്കുകയും ചില്ല് തകർക്കുകയും ചെയ്തു. അതിനുശേഷം ഇക്കാക്ക ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ചോര ഇതെല്ലാം വന്നിട്ട് ബ്ലഡെല്ലാം ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി.
അതിനുശേഷം അവർ ആ സമയത്ത് പറഞ്ഞു വീട് മറ്റേ കത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അവർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. സംഭവത്തെ തുടർന്ന് വീട്ടുകാർ ടൗൺ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പുലർച്ചെ 3:30 വീടും ബൈക്കും അക്രമി സംഘം അഗ്നിക്കിരയാക്കിയത്. ശബ്ദം കേട്ട് വീട്ടുകാർ എത്തുമ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു. വീട്ടുപകരണങ്ങളും കത്തി നശിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മറയൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുവണ്ടം പണയപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതികളെ ഒളിത്താവളത്തിൽ നിന്ന് പോലീസ് സംഘം പിടികൂടി. ബാബുനഗർ ശക്തിവേലു, സഹായ അശോകൻ എന്നിവരാണ് വലയിലായത്. മറയൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ പല തവണകളായി 389 ഗ്രാം മുക്കുപണ്ടം പണയപ്പെടുത്തി 8,52,000 രൂപയുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയത്. ബാങ്കിൽ നടന്ന ഓഡിറ്റിംഗിലാണ് വ്യാജ സ്വർണ്ണമാണെന്ന് കണ്ടെത്തിയത്. ഒക്ടോബർ മാസം ശക്തിവേലുവിന്റെ സഹോദരനായ ഷൺമുഖവേലുവിനെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തെങ്കിലും ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട്ടിൽ ഒളിവിലായിരുന്ന ശക്തിവേലുവിനെ ഇന്നലെ ഉച്ചതിരിഞ്ഞ് മറയൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശക്തിവേലു പൊള്ളാച്ചി, ഉദുമല എന്നിവിടങ്ങളിൽ സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. മുക്കുപണ്ടം നിർമ്മിച്ചു നൽകിയതിനാണ് അശോകനെ അറസ്റ്റ് ചെയ്തത്. ശക്തിവേലുവും ഷൺമുഖവേലുവും സഹോദരങ്ങളാണ്. ഉദുമൽപേട്ട പൊള്ളാച്ചിയിൽ സ്വർണ്ണപ്പണയമിടപാട് നടത്തിവന്നിരുന്ന ഇയാൾ കോയമ്പത്തൂരിൽ നിന്നും സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് മറയൂരിൽ സ്വർണ്ണപ്പണി നടത്തിവന്ന അശോകനെ ഏൽപ്പിക്കുകയാണ് പതിവ്. അശോകൻ മുക്കുപണ്ട ആഭരണങ്ങളുടെ ഇരുവശങ്ങളിലും സ്വർണം പൂശി നൽകും. ഇങ്ങനെ സഹോദരങ്ങൾ സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളിൽ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. മറയൂർ SI G അജയകുമാർ, അഡീഷണൽ SI TR രാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ബാസ്, ഷിഹാബുദ്ദീൻ, ഉമേഷ് ഉണ്ണി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 9 വയസ്സുകാരിയെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ അമ്മയുടെ കാമുകൻ കല്ലുവളപ്പിൽ അലിയാണ് പിടിയിലായത്. 50-കാരനായ അലിയും പെൺകുട്ടിയുടെ അമ്മയും 9 വർഷമായി പ്രണയത്തിലാണെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ പെൺകുട്ടിയുടെ അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീട്ടുകാർക്ക് ഉറക്ക ഗുളിക നൽകി മയക്കിയ ശേഷമാണ് അലിയുമായി പെൺകുട്ടിയുടെ അമ്മ ഇടപെട്ടിരുന്നതെന്നും പോലീസ് പറഞ്ഞു. അമ്മയുമായി ബന്ധപ്പെട്ട ശേഷമാണ് പലപ്പോഴും ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി. അമ്മയെയും മകളെയും ഭീഷണിപ്പെടുത്തി 15 പവൻ സ്വർണവും അലി കൈക്കലാക്കിയിരുന്നു. 2 ഭാര്യയും 5 മക്കളുമുള്ള വ്യക്തിയാണ് അലിയെന്നും ചാവക്കാട് പോലീസ് കൂട്ടിച്ചേർത്തു. വാഹന പരിശോധനയ്ക്കിടയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ ബൈക്ക് യാത്രക്കാരനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയെന്ന പരാതി. അമരവിള സ്വദേശി സന്തോഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. ഇരുചക്ര വാഹനത്തിന്റെ രേഖകൾ കാണിച്ച് ഉറപ്പുവരുത്തിയിട്ടും കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനോട് കൈക്കൂലി തരില്ലെന്ന് പറഞ്ഞതിനാണ് കൊല്ലാക്കൊല ചെയ്തതെന്ന് സന്തോഷ് പോലീസിന് മൊഴി നൽകി. തിരുവനന്തപുരം യൂണിറ്റിലെ സ്ഥിരം കൈക്കൂലിക്കാരനാണ് തന്നെ അകാരണമായി ആക്രമിച്ചതെന്നും ഇയാൾ ശിക്ഷിക്കപ്പെടും വരെ നിയമപോരാട്ടം നടത്തുമെന്നും സന്തോഷ് പറഞ്ഞു. ദേഹമാസകലം പരിക്കേറ്റ സന്തോഷ് ചികിത്സയിലാണിപ്പോൾ. കോഴിക്കോട് ജില്ലയിലെ കുപ്രസിദ്ധ മാലമോഷ്ടാവ് പോലീസിന്റെ പിടിയിലായി. കഞ്ചാവ് മൊത്തക്കച്ചവടത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് കള്ളൻ അഭിനാസ വലയിലായതെന്ന് പോലീസ് പറഞ്ഞു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നയാളാണ് പിടിയിലായ അഭിനാസ്. തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന കഞ്ചാവ് ചെറുപൊതികളിലാക്കി വിൽപ്പന നടത്തുന്ന സംഘമുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി മുൻപ് ലഹരിക്കടത്ത് കേസുകളിൽ പ്രതികളായവരെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് അഭിനാസ് പിടിയിലായത്. വർഷങ്ങളായി കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിമരുന്നിന് അടിമയാണ് ഇയാൾ. ലഹരിമരുന്ന് ഉപയോഗിക്കുന്നതിനാവശ്യമായ പണം കണ്ടെത്തുന്നതിനാണ് അഭിനാസ് കഞ്ചാവ് കച്ചവടത്തിലേക്ക് കടന്നത്. 25ഓളം മാലമോഷണ കേസുകളിൽ പ്രതിയായ ഇയാൾ പോലീസിനെ കബളിപ്പിച്ച് കഴിയുകയായിരുന്നു. നേരത്തെയും നിരവധി തവണ ഇയാൾ കഞ്ചാവ് കടത്തിയതായി തെളിഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നവരെക്കുറിച്ചും വാങ്ങുന്നവരെക്കുറിച്ചുമുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു. നഗരത്തിലെ തിയേറ്ററിന് സമീപമുള്ള റോഡിലൂടെ ഓട്ടോറിക്ഷയിൽ വന്ന ഇയാളെ കസബ SI സുജിത്തും സംഘവും കൈകാണിച്ച് വാഹനം നിർത്തുവാൻ ആവശ്യപ്പെട്ടു. വാഹനം നിർത്തി പോലീസിനെ കബളിപ്പിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു.
മുനമ്പത്ത് നടന്നത് മനുഷ്യക്കടത്തെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. ഫോർട്ട് കൊച്ചി കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വടക്കേക്കര SI ഫോർട്ട് കൊച്ചി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നൽകിയ എഫ്ഐആറിന്റെ പകർപ്പാണിത്. മനുഷ്യക്കടത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു. എഫ്ഐആർ നൽകി 10 ദിവസം കഴിഞ്ഞെങ്കിലും മനുഷ്യക്കടത്തിന് വ്യക്തമായ തെളിവ് ലഭിക്കാത്തതാണ് IPC 370 വകുപ്പ് കൂട്ടിച്ചേർക്കാത്തതിന് കാരണം. മാലിങ്കരയിൽ നിന്ന് സംശയകരമായി 12 ബാഗുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ CRPC 120 മാത്രമാണ് എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത്. അതായത് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചേക്കാവുന്ന വസ്തുക്കൾ കണ്ടെത്തിയെന്ന് മാത്രം. കേസിൽ പിടിയിലായവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. ബോട്ട് കണ്ടെത്താനോ പ്രതികളെ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ മനുഷ്യക്കടത്തിന് വ്യക്തമായ തെളിവില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ചെന്നൈയിൽ നിന്നും ദില്ലിയിൽ നിന്നുള്ളവരാണ് ബോട്ടിലുള്ളതെന്നും ഡൽഹിയിൽ നിന്നുള്ളവരുടെ വിവരങ്ങൾ ലഭിച്ചെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അതേസമയം എത്ര പേർ പോയി എന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. പിടിയിലായവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആളുകളെ തിരിച്ചറിയുന്നത്. ഇതനുസരിച്ച് 80 പേരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി. ബോട്ടിലുള്ളവരുടെ സംഘത്തിൽ 6 ദിവസം പ്രായമുള്ള നവജാത ശിശു അടക്കം 22 കുട്ടികൾ ഉണ്ട്. ശ്രീലങ്കൻ അഭയാർത്ഥികളും തമിഴ്നാട്ടുകാരുമാണ് സംഘത്തിലുള്ളത്. വിജിലൻസിന്റെ പരിശോധനയിൽ ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന സൂചന. പരിശോധനയുടെ വിശദവിവരങ്ങൾ ആവശ്യപ്പെട്ട DGP ലോക്നാഥ് ബെഹ്റ വിജിലൻസ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. വിജിലൻസ് കണ്ടെത്തിയ ഗുരുതര ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ മേധാവികൾക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. 5 CIമാർക്കെതിരെ നടപടിക്കാണ് വിജിലൻസ് ശുപാർശ നൽകിയിരിക്കുന്നത്. പരിശോധന സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് DGP ലോക്നാഥ് ബെഹ്റ വിജിലൻസ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടു. ഇന്നും പോലീസ് സ്റ്റേഷനുകളിൽ പരിശോധന തുടരുകയാണ്. പോലീസിന് മണൽ ക്വാറി മാഫികളുമായുള്ള അവിശുദ്ധ ബന്ധം തെളിയിക്കുന്ന കണ്ടെത്തലുകളാണ് വിജിലൻസിന്റേത്. ഇതിനു പുറമെ സാമ്പത്തിക കേസുകൾ ഒത്തുതീർക്കുന്നതിന് പോലീസ് നടത്തിയ വഴിവിട്ട നീക്കങ്ങൾക്കും തെളിവ് ലഭിച്ചിട്ടുണ്ട്. സ്റ്റേഷനുകളിൽ ലഭിക്കുന്ന പരാതികളിൽ അന്വേഷണം നടത്താറില്ല. ലഭിക്കുന്ന പരാതികൾക്ക് രസീത് പോലും നൽകാറില്ലെന്നും വിജിലൻസ് കണ്ടെത്തി. വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ 53 പോലീസ് സ്റ്റേഷനുകളിലാണ് ഇന്നലെ പരിശോധന നടത്തിയത്. കോഴിക്കോട് പേരാമ്പ്രയിൽ വീണ്ടും ബോംബേറ്. CPM പ്രവർത്തകന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. സംഭവത്തിന് പിന്നിൽ RSS ആണെന്ന് CPM പ്രാദേശിക നേതാക്കൾ ആരോപിച്ചു. പേരാമ്പ്ര ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് അംഗവും CPM പന്തിരിക്കര ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ KP ജയേഷിന്റെ വീടിനു നേരെയാണ് ബോംബേറുണ്ടായത്. അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. സ്റ്റീൽ ബോംബ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ വീടിന് കേടുപാടുകളുണ്ടായി. കഴിഞ്ഞ ദിവസം പ്രദേശത്തുണ്ടായ BJP CPM സംഘർഷത്തിൽ ജയേഷിന് മർദ്ദനമേറ്റിരുന്നു. പരിക്കേറ്റ ജയേഷ് ആശുപത്രി വിട്ട് വീട്ടിലെത്തിയ ശേഷമാണ് ബോംബേറുണ്ടായത്. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിന് ശേഷം പേരാമ്പ്ര മേഖലയിൽ തുടർച്ചയായി സംഘർഷങ്ങളും ബോംബേറും ഉണ്ടായിരുന്നു. പെരുവണ്ണാമൊഴി പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പത്തനാപുരം പട്ടാഴി പന്തപ്ലാവ് വിജ്ഞാനോദയം ഗ്രന്ഥശാലയ്ക്ക് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. കെട്ടിടത്തിന്റെ ജനൽച്ചില്ലുകൾ അക്രമി സംഘം അടിച്ചു തകർത്തു. കഴിഞ്ഞ രാത്രിയാണ് ആക്രമണം അരങ്ങേറിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്തെ കഞ്ചാവ് വിതരണക്കാരും ഉപയോഗിക്കുന്നവരുമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് കുന്നിക്കോട് പോലീസ് പറഞ്ഞു. ഭർത്താവും കുടുംബാംഗങ്ങളും വീട്ടിൽ കയറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നതോടെ കനകദുർഗ 2ാം ദിവസവും പെരിന്തൽമണ്ണ അഭയകേന്ദ്രത്തിൽ തുടരാൻ തീരുമാനിച്ചു. കുട്ടികളെ കാണാനും വീട്ടിൽ പ്രവേശിക്കാനും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കനകദുർഗ. തിങ്കളാഴ്ച രാത്രിയാണ് കനകദുർഗയെ പെരിന്തൽമണ്ണയിലെ വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് പോലീസ് മാറ്റിയത്. അങ്ങാടിപ്പുറത്തെ വീട്ടിൽ കയറ്റാൻ ഭർത്താവ് കൃഷ്ണനുണ്ണി തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു പോലീസ് നടപടി. വീട്ടിൽ പ്രവേശിക്കാനും കുട്ടികളെ കാണാനും നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് കനകദുർഗ. ഇത് സംബന്ധിച്ച പരാതി പുലാമന്തോൾ ഗ്രാമീണ കോടതിയിൽ ഇന്ന് ഫയൽ ചെയ്യും. കോടതി നിർദ്ദേശിച്ചാൽ കനകദുർഗയെ പോലീസ് വീട്ടിൽ പ്രവേശിപ്പിക്കും. നിലവിൽ തന്നെ പോലീസ് സംരക്ഷണയിലാണ് അവർ. അതേസമയം കൃഷ്ണനുണ്ണിയും കുട്ടികളും കൃഷ്ണനുണ്ണിയുടെ അമ്മ സുമതിയും അങ്ങാടിപ്പുറത്തെ വീട്ടിൽ നിന്നും താമസം മാറ്റി.
കനകദുർഗയെ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ നിയമപരമായി നേരിടാനാണ് ഇവരുടെയും തീരുമാനം. കനകദുർഗ സുമതിയമ്മയെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്ന പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമ്മയെ സംരക്ഷിക്കാൻ മറ്റാരുമില്ലെന്നും ഈ സാഹചര്യത്തിൽ കനകദുർഗയെ ഒപ്പം താമസിപ്പിക്കാൻ സാധിക്കില്ല എന്നുമാണ് കൃഷ്ണനുണ്ണിയുടെ നിലപാട്. അതേസമയം കനകദുർഗയ്ക്ക് രാഷ്ട്രീയ പിന്തുണ നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് CPM.